ഹായ് എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബേട്ടൻ്റെ കൂടെ ഞങ്ങളും ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കൈപ്പിടിച്ച് ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുക. അറിയാലോ, ജർമ്മനിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ബാബേട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ ഞങ്ങളുടെ കമ്പനി വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്, അതിൽ ഞങ്ങൾ പോവുക. അപ്പോൾ റഷീദിക്ക കാലത്ത് ഉള്ള ട്രിപ്പ് കഴിഞ്ഞ് ആളുടെ നിന്ന് ഹാൻഡ് ഓവർ ചെയ്യാനാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി എത്തിക്കഴിഞ്ഞു. അപ്പോൾ റഷീദിക്ക് കുറേ കമൻറ്റൊക്കെ പറഞ്ഞു, പൊടിമോൾക്ക് ഫുൾ ചാർജ് എടുക്കണം, ഞങ്ങൾക്ക് ഹാഫ് മതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ റഷീദൊക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സാരഥി വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇത്രയും നാൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ബസ്സിലിരിക്കണതൊക്കെ കണ്ടായിരുന്നത്. ബസ്സൊക്കെ ഇപ്പം നേരിട്ടിട്ട് കണ്ടു, എല്ലാവരും സീറ്റിൽ ഇരുന്നു. അപ്പോൾ പൊടിമോളൊക്കെ നല്ല എന്താ പറയുക, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വണ്ടി എടുത്തു. ഞങ്ങൾ ഇതുവരെ പുറത്തേക്ക് പോയിരുന്നത് ഞങ്ങൾ പർച്ചേസിന് മാത്രമേ പോയിരുന്നുള്ളൂ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ. അപ്പോൾ ഇന്ന് കുറച്ച് ദൂരം അധികം പോവാം. അപ്പോൾ അവിടെ എന്തൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇതിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞങ്ങൾ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നു. പൊടിമോൾക്ക് വോമിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ട് ഞാനൊരു കവറൊക്കെ കൈ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടാണ്. മുന്തിരി തന്നെ 2 ടൈപ്പ് കണ്ടു, പിന്നെ ഓറഞ്ച്, ആപ്പിള്, ക്യാബേജ്, ചോളം, കുറേ ഉണ്ട്. ഇത് അങ്ങനെ കാണുന്നതും ഫുള്ള് മുന്തിരിയാണ്. വണ്ടിക്കൊന്ന് നോക്കിയപ്പോൾ അതേ കണ്ടു, പ്ലഗ് പോയിൻ്റ് ചാർജ് ചെയ്യാനായിട്ട്, ഫോൺ ചാർജ് ചെയ്യാനുള്ള പ്ലഗ് പോയിൻ്റൊക്കെ ഉണ്ട്. പിന്നെ ഞാനിതിലെ പാസഞ്ചേഴ്സിനൊന്നും കാണിക്കുന്നില്ല, കാരണം അവർക്ക് പ്രൈവസി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർ കയറുന്നതോ ബാക്കിലിരിക്കുന്നതോ ഒന്നും ഞാൻ അതിൽ കാണിക്കണില്ല. ഇതിൽ നമുക്ക് കണ്ടക്ടറോ ക്ലീനറോ ഒന്നുമില്ല, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനും ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോഴേക്കും ജ്യൂസും സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ്. ഇതൊക്കെ എന്തായാലും ആവശ്യം വരും. അപ്പോൾ പാസഞ്ചേഴ്സൊക്കെ ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ചു. പിള്ളേരൊക്കെ നല്ല എൻജോയ്മെൻറ്റിലാണ്. പൊടിമോൾ ഈ ഒരു ഹെയർ സ്റ്റൈല്, അവൾ 5 വയസ്സായി. 5 വയസ്സായിട്ട് 5 മിനിറ്റ് പോലും അവൾ മുടി ഇതേപോലെ കെട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ചേച്ചി മോൾ കെട്ടിയോടത്ത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അവൾ. ഇതാണ് സാരഥിയുടെ സീറ്റ്. അതിൻ്റെ ഉള്ളിൽ ഇത്രയും സീറ്റുണ്ട്, ബാക്കിലേക്ക് ഒരുപാടുണ്ട് സീറ്റ്. അപ്പോൾ ഞങ്ങളൊക്കെ ഫ്രീ ടൈം ആയപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റായി. ഇവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ ഒരു 20 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് പിന്നെ ഒരു ബ്രേക്ക് കിട്ടുക. അപ്പോൾ ട്രെയിനൊക്കെ വന്നും പോണതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പൊടി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കണ്ടക്ടറും ക്ലീനറൊന്നും ഇല്ലാതെ എങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നുള്ളതൊക്കെ. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചെങ്കിൽ അവിടെ മിഷ്യൻസ് ഉണ്ട്. അതായത് ഫോണിൽ ടിക്കറ്റ് എടുത്ത് സ്കാൻ ചെയ്യാനും, അതല്ലാതെ ഇവിടെ യാത്രക്കാർക്ക് പാസഞ്ചേഴ്സിന് ഒരു ബസ് ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ പോകാനുള്ളതിന് ഒരു കാർഡ് കിട്ടും അവർക്ക്. ആ കാർഡ് ജസ്റ്റ് ഒന്ന് സ്കാനിങ് മിഷ്യൻ്റെ അവിടെ ഒന്ന് കാണിച്ചാൽ മതി. അങ്ങനെയും ചെയ്യാം. അതല്ലാതെ ക്യാഷ് കൊടുക്കുന്നവരുണ്ട്, അതാണിപ്പോൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്യാഷ് കൊടുക്കുന്നവരുണ്ട്. ആ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ബാലൻസും അതിൽ കോയിനായിട്ട് തിരിച്ചു കൊടുക്കാനുള്ള സൗകര്യം അതിലുണ്ട്. സ്ഥലങ്ങളൊക്കെ കുറച്ച് കാണാനൊക്കെ പറ്റിയിട്ടോ. മോളതിൻ്റെ ഇടയിലൊന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു 4 മണി സമയമായപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഫ്ലാസ്കിൽ കൊണ്ടുപോയിട്ടാണ് അതൊക്കെ കുടിച്ചു. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ്. ഇതുപോലെ തന്നെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയിട്ടാണ്. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വോമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഈ റൂട്ടിൽ ഓടുന്ന കാറുകളിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഫുള്ള് ഓഡി കാറ്, അല്ലെങ്കിൽ ബെൻസ്, അല്ലെങ്കിൽ BMW ആണ് കേട്ടോ. നാട്ടിലൊക്കെ വിരലുണ്ടാവുന്ന കാറുകൾ കാണുള്ളൂ, പക്ഷെ ഇത് നമുക്ക് അതിനേക്കാളും കൂടുതലാണ്. ഫുള്ള് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ, ഹൂണ്ടായുടെയും കാറുകളും. പാസഞ്ചേഴ്സൊക്കെ കുറവായിരുന്നു. അത് കാരണം ചില സമയത്തൊക്കെ കുട്ടികൾ ഫ്രീ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഓടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗവൺമെൻറ് സർവീസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പാസഞ്ചേഴ്സ് ഇല്ലെങ്കിലും ട്രിപ്പ് ഓടിക്കൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 7:30 ആകുമ്പോൾ ഞങ്ങൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി കഴിച്ചു. മോൾക്ക് ചോറ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് ചൂടാക്കി അതും കൊടുത്തു. അപ്പോൾ രാത്രിയിലത്തെ ഫുഡും ഞങ്ങളുടെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഞങ്ങൾ
ആദ്യം എടുത്ത സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഇനി ഒന്നും കൂടി ഞങ്ങൾക്കൊരു ട്രിപ്പും കൂടി പോകാനുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഏട്ടൻ അവിടെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കി ഉള്ളിൽ. മോൾക്കാണെന്ന് വെച്ചെങ്കിൽ ആകെ ക്ഷീണിച്ച് വോമിറ്റ് ചെയ്യാനൊക്കെ തോന്നി. അങ്ങനെയൊക്കെയായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു. അപ്പോൾ ഇവിടെയൊക്കെ സൈക്കിളിലൊക്കെ ഒരുപാട് പേര് യാത്ര ചെയ്യും. ആ സൈക്കിളൊക്കെയാണ് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ട്രിപ്പും കൂടി ഉണ്ട്. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ പോവുള്ളൂ. ഞങ്ങൾ ഏകദേശം ഒരു 8-9 മണിക്കൂറോളം ഏട്ടൻ്റെ കൂടെ ഇന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇരിക്കാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ വോമിറ്റിങ്, പിന്നെ കണ്ട സ്ഥലം തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കൂടിയിട്ട് ഇവരെ സമ്മതിച്ചേ പറ്റൂ. പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവർക്ക് ഈ ട്രിപ്പുകളൊക്കെ ഓടണം. അപ്പോൾ ആ ഇരുന്ന ഇരിപ്പിൽ അവർ വളയം ഓടിച്ച് ചെറിയ വഴി കൂടെയൊക്കെ പോയി എത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് വണ്ടി എടുക്കണതെന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഇപ്പോൾ ഈ വഴി പോലെയല്ല, ഞാനിപ്പോൾ ഇതിൽ സ്ക്രീനിൽ കാണുമ്പോഴുള്ള വഴികളല്ല, ചെറിയ വഴികളുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള ബസ്സാണ്. ആ ബസ് ഓടിച്ചെടുത്ത് ഇതിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ളതും ഇവർ ഓടിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ഹുസൈനിക്ക, അതുപോലെ ഇവരുടെ ഈ കമ്പനിയിൽ തന്നെ ഈ വണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവർ ഈ വഴി കൂടെ തന്നെയാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ഈ ഒരു ഇതിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. ലോകമെമ്പാടുള്ള എല്ലാ ഡ്രൈവേഴ്സിനും ഈ ഒരു സമയത്ത് ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ കണ്ട ഒരു പ്രത്യേകത, ഈ ഇത്രയും മണിക്കൂറുകൾ വണ്ടിയിലിരുന്നിട്ട് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വണ്ടിയിൽ നിന്നും പുറത്തുനിന്ന് ഒരൊറ്റ വണ്ടിയിൽ നിന്ന് ഹോൺ അടിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല. ഇവർക്ക് ഈ ഹോൺ ഉണ്ടെന്നുള്ളൂ, പക്ഷെ അവരത് ഉപയോഗിക്കുന്നില്ല. കാരണം അതിന് ആവശ്യമില്ല. അത്രയും ഡിസിപ്ലിനിലാണ് വണ്ടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ട്. വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിപ്പോയിൽ വണ്ടി കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് ഏകദേശം 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വീട്ടിൽ പോവുകയാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.